കുടുംബജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കൽ ഏറെ പ്രധാനമുള്ളതാണ്. വേദപുസ്തകത്തിൽ ജോസഫിൻ്റെയും മറിയയുടെയും ജീവിതം അതിന് ഉത്തമ ഉദാഹരണമാണ്. മറിയ ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭം ധരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് ജോസഫിനോടും സംസാരിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ സന്ദേശം മനസ്സിലാക്കുകയും മറിയയുടെ അവസ്ഥ മനസ്സിലാക്കുകയും ആ മറിയെ ചേർത്തുകൊള്ളുവാനും ജോസഫ് തയ്യാറായി എന്നുള്ളതാണ്. മറിയെ മനസ്സിലാക്കി മറിയെ ചേർക്കാൻ ജോസഫ് ഒരിക്കലും പിന്നോട്ട് പോയില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെയുള്ള കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒപ്പമുള്ള ഭാര്യയുടെ, ഭർത്താവിൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അത് ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. അവരെ ഒന്ന് മനസ്സിലാക്കാൻ, ചേർത്ത് പിടിക്കാൻ, അവരുടെ അവസ്ഥയെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് കുടുംബജീവിതത്തിന് മൂല്യമുണ്ടാകുന്നത്, നിറമുണ്ടാകുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാം. ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഭയിൽ സാധാരണ ആരാധന 8:30 മണിക്കാണ് അവിടെ തുടങ്ങുന്നത്. അതിനു മുമ്പ് ആലയത്തിൽ നിന്ന് നോക്കിയാൽ താഴെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരുന്നത് കാണാൻ പറ്റും. ഒരല്പം ഉയർന്ന സ്ഥലമാണ് ആ ദേവാലയം. അപ്പോൾ സ്ഥിരമായി ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ 2 പേര് ദേവാലയത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച. 2 പേരും പരസ്പരം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവർ പതുക്കെ നടന്നാണ് വരുന്നത്. നടക്കുമ്പോൾ ഒരാൾ കൈവിട്ടാൽ അടുത്ത ആൾ വീണുപോകും. ഇതാണ് അവസ്ഥ. അപ്പോൾ 2 പേരും മുറുകെ പിടിച്ചിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു ബോണ്ടേജ് അവർ തമ്മിലുണ്ട് എന്നെനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായും ഈ ഒരു കാഴ്ച ഏറെ രസകരമായ ഒരു കാഴ്ച കൂടെയാണ്. കാരണം ഇവർ 2 പേരും ഇങ്ങനെ പതുക്കെ കാര്യം പറഞ്ഞ് നടന്നു വരുന്നത് കാണാനൊരു രസമാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരു ദിവസം അപ്പച്ചൻ പള്ളിയിൽ വന്നു. ആരാധനയെല്ലാം കഴിഞ്ഞു. ഞാൻ ആരാധന കഴിഞ്ഞ് ബെഞ്ചുകൾക്കിടയിലൂടെ നടന്ന് പള്ളിയുടെ മുൻഭാഗത്തേക്ക് പോയി ആൾക്കാരെയൊക്കെ കണ്ടൊന്ന് വിഷ് ചെയ്തു സംസാരിക്കുന്നതിനിടയിൽ അപ്പച്ചൻ തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അപ്പച്ചനോട് രസമായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു. അപ്പച്ച, പണ്ട് ഈ അമ്മച്ചിയൊക്കെ കണ്ടപ്പോൾ അപ്പച്ചൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പച്ചൻ എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് അപ്പച്ചൻ ഇങ്ങനെ ആയിരിക്കും ചിന്തിച്ചത്, അച്ഛൻ്റെ പ്രായം കൊണ്ടായിരിക്കും ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നതെന്നായിരിക്കും അപ്പച്ചൻ ചിന്തിച്ച്. എന്താണെന്നറിയില്ല. പക്ഷേ ആ മനുഷ്യൻ ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അവളോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവളും എന്നോട് ആ സാധനം പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾക്ക് എന്നെ അറിയാം, എനിക്ക് അവളെ അറിയാം. അത്രേ ഞങ്ങൾക്ക് അറിയാവൂ. ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നമ്മുടെ കുറവുകളെ, നമ്മുടെ കൂടെയുള്ളവരുടെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് അതവരുടെ കുറവാണെന്ന് മനസ്സിലാക്കി നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് കുറ്റങ്ങൾ കണ്ടെത്തി അകലാൻ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഈ അപ്പച്ചനും അമ്മച്ചിയും തീർച്ചയായും നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു വിളക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാതൃക തന്നെയാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പച്ചൻ്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. എനിക്ക് അവളെ അറിയാം, അവൾക്ക് എന്നെ അറിയാം. നമുക്കെത്ര പേർക്ക് അങ്ങനെ അറിയാനായിട്ട് പറ്റും? നമുക്കെത്ര പേർക്ക് നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരെ ഒന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചാൽ മതി നമ്മുടെ പ്രശ്നങ്ങൾ പലതും മാറിപ്പോകാൻ. അങ്ങനെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. നമ്മുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ഒരു അനുഭവം ദൈവത്തിൽ നിന്നും നമുക്ക് പ്രാപിച്ചെടുക്കാം.